ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നെഞ്ചിലേറ്റിയ ഭാഷയാണ് ഉറുദുവെന്ന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉറുദു ഭാഷയുടെ പങ്ക് എന്ന വിഷയത്തിൽ നടത്തിയ ദേശീയ ഉറുദു സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. മതേതരത്വവും സാംസ്കാരിക തനിമയും ദേശീയോദ്ഗ്രഥനവും വളർത്തുന്നതിൽ ഉറുദു ഭാഷ വഹിച്ച പങ്ക് വിവരണാതീതമാണെന്നും സ്വാതന്ത്ര്യ സമരത്തിന് ആവേശം പകരുവാനും ഇന്ത്യൻ ജനതയെ പ്രബുദ്ധരാക്കാനും ഉറുദു സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകരും കവികളും വഹിച്ച പങ്ക് അവർണ്ണനീയമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഉറുദു ആയിരുന്നു അറബിയേക്കാളേറെ നമുക്ക് ഇവിടെ വേണ്ടിയിരുന്ന ഒരു ഭാഷ. കാരണം അത്രയും ഈ നമ്മുടെ ഭാരതീയ സംസ്കാരവുമായി ഇഴുകിച്ചേർന്നിട്ടുള്ള ഭാഷ സത്യത്തിൽ എന്തു തന്നെയായിരുന്നു? ഉറുദു തന്നെയായിരുന്നു. ഇന്ത്യയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ഭാഷയും ഭൂരിപക്ഷമാണ് നോക്കിയതെങ്കിൽ ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം സംസാരിക്കുകയും ഭൂരിപക്ഷം സാഹിത്യം നിറഞ്ഞു നിൽക്കുകയും ചെയ്തത് ഉറുദു തന്നെയായിരുന്നു. ഉറുദു ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സാംസ്കാരിക ഭാഷ. സാഹിത്യ നഗരം പുരസ്കാരം നേടിയ കോഴിക്കോടിനുള്ള ഉപഹാരം KP രാമനുണ്ണി മേയർക്ക് സമർപ്പിച്ചു. ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗം മേധാവി ഡോക്ടർ അനുപമ പോൾ വിശിഷ്ടാതിഥിയായി. ഉറുദു ഗവേഷകനും എഴുത്തുകാരനും KUTA സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ KP ഷംസുദ്ദീൻ തിരൂർക്കാട് മോഡറേറ്ററായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉറുദു വിഭാഗം തലവൻ ഡോക്ടർ KV നകുലൻ സെമിനാറിന്റെ ആമുഖ പ്രഭാഷണം നടത്തി. അഞ്ജുമൻ ടർക്കി കേരള ഘടകം ജനറൽ സെക്രട്ടറിയും എഴുത്തുകാരനും ചിന്തകനുമായ ഡോക്ടർ PK അബ്ദുൽ ഹമീദ് കാരശ്ശേരി സ്വാതന്ത്ര്യ സമരവും ഉറുദു സാഹിത്യകാരന്മാരും എന്ന വിഷയത്തിലും, കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജ് ഉറുദു വിഭാഗം മേധാവി CH മുംതാസ് സ്വാതന്ത്ര്യ സമരവും ഉറുദു കാവ്യ സാഹിത്യവും എന്ന വിഷയത്തിലും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. KUTA സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മലയമ്മ, ട്രഷറർ TH റഷീദ് പന്തല്ലൂർ, സംസ്ഥാന ഭാരവാഹികളായ CVK റിയാസ്, MP മുഹമ്മദ് സലീം കാസർകോട്, MK അൻവർ സാദത്ത്, MP സത്താർ അരയങ്കോട്, റഫീഖ് മയനാട് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിലെ റെയിൽവേയോടുള്ള അവഗണനയ്ക്കെതിരെ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ